ഹായ്, നമ്മൾ SCERT പഠിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലോ, അറിയാലോ. അപ്പോൾ ഇത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്നുള്ള 8ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റ് ആണ്. ഇതിന്റെ പാർട്ട് 1 നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ എന്ത് ചെയ്യുക, അത് ആദ്യം പോയിട്ട് കാണുക. അതിനുശേഷം വേണം ഈ ഒരു ക്ലാസ് കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ പാർട്ട് 2-ൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുള്ളത് നോക്കാം. ആദ്യം കൊടുത്തിട്ടുള്ളത് ഗതാഗതവും വാർത്താവിനിമയവും. വ്യാപാരം, വ്യവസായം, സൈനിക ആവശ്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ വിപുലീകരിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? വ്യാപാരം, വ്യവസായം, സൈനിക ആവശ്യങ്ങൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ബ്രിട്ടീഷുകാര്? ഇന്ത്യയിൽ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളെ വിപുലീകരിച്ചു. റെയിൽവേയും പോസ്റ്റൽ സംവിധാനവും കമ്പി തപാലും അവർ ആരംഭിച്ചു. ചരക്ക് നീക്കം എളുപ്പത്തിലാക്കുവാൻ റോഡ് ഗതാഗതം മെച്ചപ്പെടുത്തി. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കാനും ആശയവിനിമയം നടത്താനും പരസ്പരം മനസ്സിലാക്കാനും ഈ സൗകര്യങ്ങൾ ആരെ സഹായിക്കാണ്? നമ്മളെ സഹായിക്കുകയാണ്. അതുവഴി ദേശീയ മനോഭാവം രൂപപ്പെടുകയും ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുകയും ചെയ്തു. ഓക്കെ, എന്തുണ്ടായി? ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കാനും ആശയവിനിമയം നടത്താനും പരസ്പരം മനസ്സിലാക്കാനും ഈ സൗകര്യങ്ങൾ ഇന്ത്യക്കാരെ സഹായിച്ചു. അതുവഴി എന്ത് ചെയ്തു? ദേശീയ മനോഭാവം രൂപപ്പെട്ടു, ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുകയും ചെയ്തു. ഏകീകൃത ഭരണ സമ്പ്രദായം, നിയമവ്യവസ്ഥ, നാണയ വ്യവസ്ഥ തുടങ്ങിയവ നടപ്പിലാക്കിയതും ജനങ്ങൾക്കിടയിൽ ഈ ഒരു ഐക്യബോധം സൃഷ്ടിക്കാൻ കാരണമായി. എന്തൊക്കെ? ഏകീകൃത ഭരണ സമ്പ്രദായം, നിയമവ്യവസ്ഥ, നാണയ വ്യവസ്ഥ. ഓക്കെ, ഇനി രാഷ്ട്രീയ സംഘടനകൾ രൂപം കൊള്ളാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ ഒറ്റക്കെട്ടായി അണിനിരത്തുന്നതിന് സംഘടനകൾ രൂപീകരിക്കണമെന്ന അഭിപ്രായം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ ഒറ്റക്കെട്ടായി അണിനിരത്തുന്നതിന് സംഘടനകൾ രൂപീകരിക്കണമെന്ന അഭിപ്രായം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നു. ഇതിന്റെ ഫലമായി 19ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു. ഇതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി? 19ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു. അപ്പൊ ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ബോക്സ് നിർബന്ധമായിട്ടും പഠിച്ചിട്ട് വേണം പോവാനായിട്ട്. നമുക്ക് ചേരുംപടി ചേർക്കാനൊക്കെ എന്തായാലും വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് കേട്ടോ. അപ്പം അതില് ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഫസ്റ്റ് ഇന്ത്യൻ അസോസിയേഷൻ. അതിന്റെ പ്രവർത്തന കേന്ദ്രം കൽക്കട്ടയായിരുന്നു. കൽക്കട്ടയാണ് ഇന്ത്യൻ അസോസിയേഷന്റെ രാഷ്ട്രീയ സംഘടനയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന കേന്ദ്രം എന്ന് പറയുന്നത്. നേതൃത്വം നൽകിയ ദേശീയ നേതാക്കൾ സുരേന്ദ്രനാഥ ബാനർജി, ആനന്ദ മോഹൻ ബോസ്. ഒന്ന് പഠിച്ചേ, സുരേന്ദ്രനാഥ ബാനർജി, ആനന്ദ മോഹൻ ബോസ്. അപ്പൊ ഇന്ത്യൻ അസോസിയേഷൻ, പ്രവർത്തന കേന്ദ്രം കൽക്കട്ട, സുരേന്ദ്രനാഥ് ബാനർജി, ആനന്ദ മോഹൻ ബോസ് ഇവരായിരുന്നു നേതൃത്വം നൽകിയ ദേശീയ നേതാക്കൾ എന്ന് പറയുന്നത്. അടുത്തത് മദ്രാസ് മഹാജൻസഭ. മദ്രാസ് മഹാജൻസഭ പ്രവർത്തന കേന്ദ്രം മദ്രാസ് ആണ്. എം വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു ഇവരായിരുന്നു നേതൃത്വം നൽകിയ ദേശീയ നേതാക്കൾ. ആരായിരുന്നു മദ്രാസ് മഹാജൻസഭയ്ക്ക് നേതൃത്വം നൽകിയത്? എം വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു. ഇനി ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ, അതിന്റെ പ്രവർത്തന കേന്ദ്രം എവിടെയാണ്? ബോംബെയാണ്. ഫിറോസ് ഷാ മേത്ത, KT തെലാങ്ക്, ബദ്രുദ്ദീൻ തിയാബ്ജി ഇവരായിരുന്നു നേതൃത്വം നൽകിയിരുന്നത്. ഫിറോസ് ഷാ മേത്ത, KT തെലാങ്ക്, ബദ്രുദ്ദീൻ തിയാബ്ജി ഇവരായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. ഏതിന്? ബോംബെ പ്രസിഡൻസി അസോസിയേഷന്. അപ്പൊ ഇന്ത്യൻ അസോസിയേഷൻ കൽക്കട്ട, മദ്രാസ് മഹാജൻസഭ മദ്രാസ്, ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ബോംബെ. ഇതിൽ ഇന്ത്യൻ അസോസിയേഷന്റെ നേതാക്കൾ ആരായിരുന്നു? സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദ മോഹൻ ബോസും. മദ്രാസ് മഹാജൻസഭയുടെ നേതൃത്വം നൽകിയിരുന്ന നേതാക്കള് എം വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യ അയ്യര്, ആനന്ദ ചാർലു. ബോംബെ പ്രസിഡൻസി അസോസിയേഷന്റെ നേതൃത്വം നൽകിയ ദേശീയ നേതാക്കൾ ഫിറോസ് ഷാ മേത്ത, KT തെലാങ്ക്, ബദ്രുദ്ദീൻ തിയാബ്ജി. കിട്ടിയല്ലോ. ഈ സംഘടനകൾക്കൊന്നും അഖിലേന്ത്യാ സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഇവയുടെ പ്രവർത്തനം ചില പ്രവിശ്യകളിലും പ്രദേശങ്ങളിലും മാത്രമായിട്ട് ഒതുങ്ങിയിരുന്നു. ശ്രദ്ധിച്ചു കേൾക്കണേ. ധനികരുടെയും മധ്യവർഗത്തിന്റെയും നേതൃത്വത്തിലുള്ള ഇത്തരം സംഘടനകൾക്ക് ബഹുജനങ്ങളെ രാഷ്ട്രീയമായി ബോധവൽക്കരിക്കാൻ സാധിച്ചില്ല. എങ്ങനെ? ധനികരുടെയും മധ്യവർഗത്തിന്റെയും നേതൃത്വത്തിലുള്ള ഇത്തരം സംഘടനകൾക്ക് ബഹുജനങ്ങളെ രാഷ്ട്രീയമായിട്ട് ബോധവൽക്കരിക്കാൻ സാധിച്ചില്ല. ഈ സാഹചര്യത്തിൽ ഒരു അഖിലേന്ത്യാ
അഖിലേന്ത്യാ സംഘടന രൂപീകരിക്കേണ്ട ആവശ്യകത ശക്തിപ്പെട്ടു. അങ്ങനെ അഖിലേന്ത്യാ സംഘടന രൂപം കൊള്ളുകയാണ്. 1885 ഡിസംബർ 28 പകൽ 12 മണി ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറിയിൽ ഒരു യോഗം നടക്കുന്നു. ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ്. ആ ഡേറ്റ് പഠിക്കുക, എവിടെയാണെന്ന് പഠിക്കുക, ഏത് കോളേജിലാണ്, അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. 1885 ഡിസംബർ 28 പകൽ 12 മണി ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറിയിൽ ഒരു യോഗം നടക്കുന്നു. 72 പേർ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. എത്ര പേരാണ്? 72 പേർ. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ചില പ്രധാന സംഘടനകളുടെ പ്രതിനിധികളായി പ്രവർത്തിച്ചവരാണ് അവർ. ഭാഷ കൊണ്ടും മതവിശ്വാസം കൊണ്ടും സമൂഹത്തിൽ ആർജിച്ചിരുന്ന അംഗീകാരം കൊണ്ടും വൈവിധ്യമാർന്ന വ്യക്തിത്വമുള്ളവർ. സംഘാടകരിൽ ഒരാൾ ഇംഗ്ലീഷുകാരനായ അലൻ ഒക്ടേവിയൻ ഹ്യൂം. ആരായിരുന്നു? ഇംഗ്ലീഷുകാരനായിട്ടുള്ള A.O. ഹ്യൂം അല്ലെങ്കിൽ അലൻ ഒക്ടേവിയൻ ഹ്യൂം ആയിരുന്നു. W.C. ബാനർജി എന്ന അഭിഭാഷകനായിരുന്നു അന്നത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. ആരായിരുന്നു അധ്യക്ഷത വഹിച്ചത്? W.C. ബാനർജി എന്ന അഭിഭാഷകൻ. ഓക്കെ ആണല്ലോ. ഇത് നന്നായിട്ട് ഇതിലുള്ള കണ്ടന്റ് നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ഇത് എന്താ പറയാ, അതിലുള്ള ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. എല്ലാം ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇനി ഇന്ത്യൻ നാഷണൽ, ഇപ്പൊ നമുക്ക് മനസ്സിലായി എന്താന്നുള്ളത് അല്ലെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരാണ് ഈ കാണുന്ന കേട്ടോ. ഈ പിക്ചർ കണ്ടല്ലോ. അപ്പോ ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവര്. ഇനി നമുക്ക് നോക്കാം. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ പൊതു അഭിപ്രായം രൂപീകരിക്കുക എന്നതായിരുന്നു ഈ ഒരു സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം. എന്താണ്? വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ ഒരു പൊതു അഭിപ്രായം രൂപീകരിക്കുക. ഇതായിരുന്നു ഈ ഒരു സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് എന്തൊക്കെയെന്ന് നോക്കാം. 1. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ ഒരു സൗഹൃദ ബന്ധം വളർത്തുക. ജാതിയുടെയോ മതത്തിന്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക. എങ്ങനെ? ജാതി, മതം, പ്രവിശ്യ ഇതിന്റെ ഒന്നും വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക. ജാതിയുടെയോ മതത്തിന്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുക. പിന്നെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക. പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്യുക. പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്യുക. രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക. അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക. അങ്ങനെ എല്ലാ അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക. ഒന്ന് നോട്ട് ചെയ്യട്ടോ. ഓക്കെ, ഇതൊക്കെ ഇതിന്റെ ലക്ഷ്യങ്ങളായിരുന്നു. എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ എന്ന് ചോദിച്ചാല് ഇത് കൃത്യമായിട്ട് പഠിച്ചു പോവുക. അപ്പോ എന്താ, നമുക്ക് ഇത് അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക. ചിലപ്പോൾ കേട്ട ആ ഒരു സമയത്ത് നമുക്ക് ഇതൊക്കെ ഇതിലുണ്ടോ എന്നുള്ളത് ചിലപ്പോൾ ഒരു സംശയമൊക്കെ വരും. അപ്പൊ എന്ത് ചെയ്യുക, അത് നല്ല രീതിയിൽ ലക്ഷ്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു പോവുക. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇതിന്റെ മെയിൻ ഉദ്ദേശം, അതായത് ഹിഡൻ ഇതെന്ന് പറയുന്നത് സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ, വിവിധ പ്രദേശങ്ങളിലുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ ഒരു പൊതു അഭിപ്രായം രൂപീകരിക്കുക എന്നതായിരുന്നു ഈ സമ്മേളനത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യം. പക്ഷെ നമ്മൾ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അപ്പം കൃത്യമായിട്ട് പഠിക്കുക. ഇനി എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിരുന്നു. എന്ന് ഡിസംബർ മാസത്തില്. അക്കാലത്തെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു ദാദാഭായ് നവറോജി, സുരേന്ദ്രനാഥ് ബാനർജി, ഫിറോസ് ഷാ മേത്ത, ബദ്രുദ്ദീൻ ത്യാബ്ജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക്, പി ആനന്ദചാർലു, R.C. ദത്ത്, ആനന്ദ മോഹൻ ബോസ് തുടങ്ങിയവരും. ഇനി ഇവിടെ കണ്ടോ, സർ സി ശങ്കരൻ നായർ, ചേറ്റൂർ ശങ്കരൻ നായരാണ്. ആരാണത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളിയാണ്. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇദ്ദേഹം കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത്. ഇങ്ങനെ ചോദിക്കാം, ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി വഹിച്ചതെന്ന് ചോദിച്ചാൽ 1897
അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ. മനസ്സിലായോ? അപ്പോ ചേറ്റൂർ ശങ്കരൻ നായർ അല്ലെങ്കിൽ സർ സി ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളിയാണ്. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇദ്ദേഹം കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത്. ഓക്കെ, ഇനി വിഭജനവും ഭിന്നിപ്പിക്കലും. ഓക്കെ, എച്ച് റിസ്ലയുടെ അതിൽ പറയുന്നത് എന്താണ്? ഐക്യ ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാൾ വിഭജിക്കപ്പെട്ടാൽ ശക്തിക്ഷയം ഉണ്ടാകും. കോൺഗ്രസ് നേതാക്കന്മാരുടെ തോന്നൽ ഇതാണ്. എങ്ങനെ? ഐക്യ ബംഗാൾ എന്താണ്? ഒരു ശക്തിയാണ്. ബംഗാൾ വിഭജിക്കപ്പെട്ടാൽ ശക്തിക്ഷയം ഉണ്ടാവും. കോൺഗ്രസ് നേതാക്കന്മാരുടെ തോന്നൽ ഇതാണ്. അവരുടെ ആശങ്ക പൂർണ്ണമായും ശരിയാണ്. ബംഗാൾ വിഭജിക്കാനുള്ള പദ്ധതികളുടെ മേന്മകളിലൊന്ന് ഇത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ബംഗാൾ വിഭജനത്തിന്റെ ഒരു അതിന്റെ ഒരു മേന്മ ഇതാണെന്ന് പറഞ്ഞാല് ഈ ബംഗാൾ വിഭജിച്ചാൽ അവരുടെ ശക്തിക്ഷയം ഉണ്ടാവും എന്ന് കണ്ടിട്ട് തന്നെയാണ് ബംഗാൾ വിഭജനത്തിലേക്ക് നയിക്കുന്നത്. അങ്ങനെ നമ്മുടെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്ന് നമ്മുടെ ഭരണത്തിന്റെ എതിരാളികളെ ഭിന്നിപ്പിക്കുകയും അതുവഴി എതിർക്കുന്ന സംഘടനയെ ദുർബലമാക്കുകയുമാണ്. മനസ്സിലായോ? അപ്പൊ അവരുടെ ഇതാണ് ലക്ഷ്യമാണ്, ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്, വിഭജനവും ഭിന്നിപ്പിക്കലും. അപ്പോ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളെ ദുർബലപ്പെടുത്താൻ ബ്രിട്ടീഷ് അധികാരികൾ പലതരം തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അവയിൽ പ്രധാനമായിരുന്നു ബംഗാൾ വിഭജനം എന്ന് പറയുന്നത്. ദേശീയ പ്രസ്ഥാനത്തിന്റെ ശക്തി കേന്ദ്രമായ ബംഗാൾ പ്രവിശ്യയെ രണ്ടായി വിഭജിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. നിലവിലുള്ള ബംഗാൾ പ്രവിശ്യ വിസ്തൃതമാണെന്നും കാര്യക്ഷമമായ ഭരണ നിർവഹണത്തിന് വിഭജനം അനിവാര്യമാണെന്നുമാണ് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കേഴ്സൺ പ്രഭു വാദിച്ചത്. എന്താ കേഴ്സൺ പ്രഭു പറഞ്ഞത്? നിലവിലുള്ള ബംഗാൾ പ്രവിശ്യ വിസ്തൃതമാണെന്നും കാര്യക്ഷമമായ ഭരണനിർവഹണത്തിന് വിഭജനം അനിവാര്യമാണെന്നുമാണ് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കേഴ്സൺ പ്രഭു വാദിച്ചത്. ഓക്കെ, അപ്പോ ബംഗാൾ വിഭജനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ബംഗാളിനെ കിഴക്കൻ ബംഗാൾ, പടിഞ്ഞാറൻ ബംഗാൾ എന്നിങ്ങനെ രണ്ടായിട്ട് വിഭജിച്ചു. കിഴക്കൻ ബംഗാൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും പടിഞ്ഞാറൻ ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവും ആയിരുന്നു. ബംഗാൾ വിഭജനം ബംഗാളിനെ എങ്ങനെയൊക്കെയാണ് വിഭജിക്കുന്നത്? പടിഞ്ഞാറൻ ബംഗാളെന്നും കിഴക്കൻ ബംഗാളെന്നും. അതിൽ കിഴക്കൻ ബംഗാൾ ഏത് ഭൂരിപക്ഷമാണ്? മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിരുന്നു. പടിഞ്ഞാറൻ ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവും ആയിരുന്നു. വിഭജനം നിലവിൽ വന്ന 1905 ഒക്ടോബർ 16 ബംഗാളിൽ ഉടനീളം ദുഃഖാചരണം നടന്നു. അപ്പോ എന്നാണ് ബംഗാൾ വിഭജനം നിലവിൽ വന്നത്? 1905 ഒക്ടോബർ 16. ഒന്ന് പറഞ്ഞേ. 1905 ഒക്ടോബർ 16 ബംഗാളിൽ ഉടനീളം വിഭജനം നിലവിൽ വന്ന ആ ഒരു ദിവസം ബംഗാളിൽ ഉടനീളം ദുഃഖാചരണം നടന്നു. കൽക്കത്തയിൽ ഹർത്താൽ ആചരിച്ചു. രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച അമർ സോണാർ ബംഗ്ല എന്ന ദേശഭക്തി ഗാനവും ആലപിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവുകളിൽ സംഘടിച്ചു. അപ്പൊ അമർ സോണാർ, നമുക്കുള്ള ക്വസ്റ്റ്യൻ ഇതായിരിക്കും, അമർ സോണാർ ബംഗ്ല ആരാ രചിച്ചത്? രവീന്ദ്രനാഥ് ടാഗോർ. അപ്പൊ രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച അമർ സോണാർ ബംഗ്ല എന്ന ദേശഭക്തി ഗാനവും ആലപിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവുകളിലേക്ക് സംഘടിച്ചു. ഈ പ്രതിഷേധങ്ങൾ ഒരു വലിയ സമരമായി മാറി. ഇത് ഏത് പ്രസ്ഥാനം എന്നറിയപ്പെടുന്നു? വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്വദേശി പ്രസ്ഥാനം. ഏതാണ് പ്രസ്ഥാനം? സ്വദേശി പ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ഡേറ്റ് പഠിച്ചു വെച്ചേക്കുക. 1905 ഒക്ടോബർ 16 രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച അമർ സോണാർ ബംഗ്ല അതുപോലെ സ്വദേശി പ്രസ്ഥാനമായിട്ട് മാറി. അതുപോലെ കേഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം ബ്രിട്ടീഷ് വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ കേഴ്സൺ പ്രഭുവാണ്. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തമായ ഒരു കുതിച്ചുചാട്ടം ഉണ്ടായത് സ്വദേശി പ്രസ്ഥാനത്തോടു കൂടിയാണ്. അപ്പൊ ഈ സ്വദേശി പ്രസ്ഥാനത്തോടു കൂടിയാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ഒരു ശക്തമായ കുതിച്ചുചാട്ടം അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സഹായിച്ചതെന്ന് പറയാം. ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവുമായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന സമരരീതി. സ്വാശ്രയം എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാന ആശയം. എന്താണ്? സ്വാശ്രയം എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാന ആശയം എന്ന് പറയുന്നത്. സ്വദേശി വ്യവസായങ്ങളും മറ്റ് സംരംഭങ്ങളും വിജയിപ്പിക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ എന്താണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാന ആശയം? സ്വാശ്രയം. അതായത് സ്വദേശി വ്യവസായങ്ങളും മറ്റ് സംരംഭങ്ങളും വിജയിപ്പിക്കുക, നമ്മുടെ നാട്ടിലുള്ളത് വിജയിപ്പിക്കുക എന്നാണ് അതിന്റെ അർത്ഥം.
ഓക്കെ. ഇനി ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, അങ്ങനെ സർക്കാരിന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഇല്ലാതാക്കുക, അതൊക്കെയായിരുന്നു സ്വദേശി സമരത്തിന്റെ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് നിരവധി തുണിമില്ലുകൾ, സോപ്പ് നിർമ്മാണശാലകൾ, നിരവധി തുണിമില്ലുകൾ, സോപ്പ് നിർമ്മാണശാലകൾ, തീപ്പെട്ടി ഫാക്ടറികൾ, കൈത്തറി സ്ഥാപനങ്ങൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ ആരംഭിച്ചു. എന്തൊക്കെ? ദേശീയ ബാങ്ക്, ഇൻഷുറൻസ് കമ്പനി ഇവയൊക്കെ ആരംഭിച്ചു. അപ്പോൾ നിരവധി തുണിമില്ലുകൾ, സോപ്പ് നിർമ്മാണശാലകൾ, തീപ്പെട്ടി ഫാക്ടറികൾ, കൈത്തറി സ്ഥാപനങ്ങൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ ഇവ ആരംഭിച്ചു. ആചാര്യ PC റോയ് ആരംഭിച്ച ബംഗാൾ കെമിക്കൽ സ്റ്റോർ, രവീന്ദ്രനാഥ് ടാഗോർ തുടക്കമിട്ട സ്വദേശി സ്റ്റോർ, ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി, ജംഷഡ്ജി ടാറ്റ സ്ഥാപിച്ച സ്റ്റീൽ ഫാക്ടറി എന്നിവയും സ്വദേശി സമരത്തിന്റെ ഭാഗമായി രൂപം കൊണ്ടവയാണ്. അപ്പൊ എന്തൊക്കെയാണ്? ആചാര്യ PC റോയ് ആരംഭിച്ച ബംഗാൾ കെമിക്കൽ സ്റ്റോർ. അപ്പൊ ബംഗാൾ കെമിക്കൽ സ്റ്റോർ ആരാ ആരംഭിച്ചത്? PC റോയ് ആണ്. പഠിച്ചു വെച്ചേക്ക്. ആചാര്യ PC റോയ് ആണ് ബംഗാൾ കെമിക്കൽ സ്റ്റോർ ആരംഭിച്ചത്. അതുപോലെ ടാഗോർ തുടക്കമിട്ട സ്വദേശി സ്റ്റോർ, ടാഗോർ തുടക്കമിട്ട സ്വദേശി സ്റ്റോർ, ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരുടെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത് ചോദിച്ചതാണ്. ചിദംബരം പിള്ള. ജംഷഡ്ജി ടാറ്റ സ്ഥാപിച്ച സ്റ്റീൽ ഫാക്ടറി എന്നിവയും സ്വദേശി സമരത്തിന്റെ ഭാഗമായി രൂപം കൊണ്ടവയാണ്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി കരുത്തിന്റെ നാളുകളിൽ ബിപിൻ ചന്ദ്ര, ആധുനിക ഇന്ത്യ, അതിൽ പറഞ്ഞതാണ് കരുത്തിന്റെ നാളുകളിൽ സ്വദേശി പ്രസ്ഥാനം നമ്മുടെ സാമൂഹിക ഗാർഹിക ജീവിതത്തിന്റെ മുഴുവൻ പ്രതലത്തിനും നിറം ചാർത്തി. കരുത്തിന്റെ നാളുകളിൽ സ്വദേശി പ്രസ്ഥാനം നമ്മുടെ സാമൂഹിക ഗാർഹിക ജീവിതത്തിന്റെ മുഴുവൻ പ്രതലത്തിനും നിറം ചാർത്തി. ഇന്ത്യയിൽ നിർമ്മിച്ചെടുക്കാവുന്നത് പോലെയുള്ള വിദേശ വസ്തുക്കൾ ഉൾപ്പെട്ട വിവാഹ സമ്മാനങ്ങൾ മടക്കി നൽകപ്പെട്ടു. ദേവന്മാർക്ക് നിവേദ്യമായി വസ്തുക്കൾ സമർപ്പിക്കപ്പെട്ട ചടങ്ങുകളിൽ കാർമ്മികത്വം വഹിക്കുവാൻ പുരോഹിതർ പലപ്പോഴും എതിർപ്പ് പ്രകടിപ്പിച്ചു. എന്തൊക്കെയാണ്? കരുത്തിന്റെ നാളുകളിൽ സ്വദേശി പ്രസ്ഥാനം നമ്മുടെ സാമൂഹിക ഗാർഹിക ജീവിതത്തിന്റെ മുഴുവൻ പ്രതലത്തിനും നിറം ചാർത്തി. ഇന്ത്യയിൽ നിർമ്മിച്ചെടുക്കാവുന്നത് പോലെയുള്ള വിദേശ വസ്തുക്കൾ ഉൾപ്പെട്ട വിവാഹ സമ്മാനങ്ങൾ മടക്കി നൽകപ്പെട്ടു. ദേവന്മാർക്ക് നിവേദ്യമായി വസ്തുക്കൾ സമർപ്പിക്കപ്പെട്ട ചടങ്ങുകളിൽ കാർമ്മികത്വം വഹിക്കുവാൻ പുരോഹിതർ പലപ്പോഴും എതിർപ്പ് പ്രകടിപ്പിച്ചു. വിദേശ ഉപ്പോ പഞ്ചസാരയോ ഉപയോഗിച്ച ആഘോഷവേളകളിൽ പങ്കെടുക്കാൻ അതിഥികൾ വിസമ്മതിച്ചു. ഓക്കെ. ഇനി ഇത്തരം പ്രചരണ പരിപാടികൾ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളെക്കുറിച്ച് അവബോധം ഉണ്ടാക്കുകയും ഇന്ത്യൻ ജനതയിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. ഇത്തരം പ്രചരണ പരിപാടികൾ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കുകയും ഇന്ത്യൻ ജനതയിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. ഇതിലൂടെ ഇന്ത്യയിലെ സാധാരണക്കാരും സ്ത്രീകളും വിദ്യാർത്ഥികളും ആദ്യമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പങ്കാളികളായി. ഇതിലൂടെ ഇന്ത്യയിലെ സാധാരണക്കാരും സ്ത്രീകളും വിദ്യാർത്ഥികളും ആദ്യമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പങ്കാളികളായി. ഈ പ്രസ്ഥാനത്തിന്റെ സ്വാധീനം സാംസ്കാരികം, വിദ്യാഭ്യാസം, സാമ്പത്തികം, രാഷ്ട്രീയം ഈ മേഖലകളിൽ അനുഭവപ്പെട്ടു. ഈ പ്രസ്ഥാനത്തിന്റെ സ്വാധീനം സാംസ്കാരികം, വിദ്യാഭ്യാസം, സാമ്പത്തികം, രാഷ്ട്രീയം ഈ മേഖലകളിൽ അനുഭവപ്പെട്ടു. ഏതൊക്കെ? സാംസ്കാരികം, വിദ്യാഭ്യാസം, സാമ്പത്തികം, രാഷ്ട്രീയം എന്നീ മേഖലകളിൽ അനുഭവപ്പെട്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കുവാനും സ്വദേശി എന്ന പുതിയ സമരമാർഗം സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന ചെയ്യാനും സ്വദേശി പ്രസ്ഥാനത്തിന് സാധിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കാനും സ്വദേശി എന്ന പുതിയ സമരമാർഗം സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന ചെയ്യാനും സ്വദേശി പ്രസ്ഥാനത്തിന് സാധിച്ചു. ഒന്നുകൂടെ പറയാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ദേശീയ തലത്തിലേക്ക് വ്യാപിച്ചു. ഈ സ്വദേശി എന്ന പുതിയ സമരമാർഗം എന്തിനെ? സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന ചെയ്യാനും സ്വദേശി പ്രസ്ഥാനത്തിന് സാധിച്ചു. സ്വദേശി പ്രസ്ഥാനം ദേശീയ സമരത്തെ സാധാരണക്കാരിലേക്ക് എത്തിച്ചു. സ്വദേശി പ്രസ്ഥാനം ദേശീയ സമരത്തെ എവിടേക്ക് എത്തിക്കുകയാണ്? നമ്മുടെ സാധാരണക്കാരിലേക്ക് കൂടി എത്തിക്കുകയാണ്. ഓക്കെ. ഇനി പറയാനുള്ളത് മിതവാദികളും തീവ്ര ദേശീയവാദികളും. മിതവാദികളും തീവ്ര ദേശീയവാദികളും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തന രീതികളെ സംബന്ധിച്ച് നേതാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിന്നിരുന്നു. INCയുടെ പ്രവർത്തന രീതിയെക്കുറിച്ച് നേതാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് ആദ്യകാല നേതാക്കൾ തയ്യാറായില്ല. അവർ മിതവാദികൾ എന്നാണ് അറിയപ്പെട്ടത്. ആരാണ് മിതവാദികള്? ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് നേരിട്ട് സമരത്തിന് വേണ്ടിയിട്ട് ആദ്യകാലത്തെ നേതാക്കൾ തയ്യാറായിരുന്നില്ല. അവരാണ്
മിതവാദികൾ എന്നറിയപ്പെട്ടത്. അവരിൽ പ്രധാനികളായിരുന്നു ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാബായ് നവറോജി. മൂന്നാളെ പഠിച്ചു വെച്ചേക്ക. ഇത് ആരാണ് മിതവാദികളിൽ പെടുന്നത്, തീവ്ര ദേശീയവാദികളിൽ പെടാത്തൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് പറയാണ്. അപ്പൊ ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാബായ് നവറോജി. ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാബായ് നവറോജി. ഒന്നുകൂടെ പറയാം, ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാബായ് നവറോജി എന്നിവരായിരുന്നു അവരിൽ പ്രധാനികൾ എന്ന് പറയുന്നത്. ഏതിൽ? മിതവാദികളിൽ. ഇനി സമാധാനപരവും രക്തരഹിതവുമായ സമരങ്ങളിലൂടെയും യോഗങ്ങൾ, പ്രസംഗങ്ങൾ, പ്രമേയങ്ങൾ എന്നിവയിലൂടെയും അവർ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. മിതവാദികൾ എങ്ങനെയാ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്? സമാധാനപരമായും രക്തരഹിതവുമായ സമരങ്ങളിലൂടെയും യോഗങ്ങൾ, പ്രസംഗങ്ങൾ, പ്രമേയങ്ങൾ ഇതിലൂടെ അവർ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. മിതവാദികളുടെ ആശയങ്ങളോടും പ്രവർത്തനങ്ങളോടും അതൃപ്തരായ മറ്റൊരു വിഭാഗം ഈ കോൺഗ്രസിൽ ശക്തരാവാണ്. അവരാണ് എന്തെന്നറിയപ്പെട്ടത്? തീവ്രദേശീയവാദികൾ. അതായത് ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് ഇതിൽ പ്രധാനികളായിരുന്നു. ആരൊക്കെ? ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് ഇവർ ഏതിലെ? തീവ്രദേശീയവാദികളില്. അവരുടെ പ്രവർത്തന രീതി മിതവാദികളിൽ നിന്നും തികച്ചും വിഭിന്നമായിരുന്നു. സ്വദേശി ബഹിഷ്കരണം തുടങ്ങിയ വിപ്ലവകരമായ പ്രവർത്തന രീതികൾ സ്വീകരിച്ച ഇവർ ശക്തമായ പ്രത്യക്ഷ സമരത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടാൻ കഴിയൂ എന്ന് വാദിച്ചു. ആരാ വാദിച്ചത്? തീവ്രദേശീയവാദികളായിട്ടുള്ള അതിലെ പ്രധാനികൾ ആരായിരുന്നു? ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്. ഓക്കെ, കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി സ്വദേശി പ്രസ്ഥാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കാനുമായി പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സംഘടനകളാണ് സ്വദേശി സമിതികൾ. അശ്വിനി കുമാർ ദത്ത് രൂപീകരിച്ച സ്വദേശി ബാന്ധവ് സമിതി ഇതിൽ പ്രധാനപ്പെട്ടതായിരുന്നു. അപ്പം ആരാണ് സ്വദേശി ബാന്ധവ് സമിതി രൂപീകരിച്ചത്? അശ്വിനി കുമാർ ദത്ത്. സ്വദേശി ബാന്ധവ് സമിതി ആരായിരുന്നു? അശ്വിനി കുമാർ ദത്ത്. അശ്വിനി കുമാർ ദത്തായിരുന്നു. അപ്പം ഇതിൽ പ്രധാനപ്പെട്ടതായിരുന്നു. സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക, പകർച്ചവ്യാധിയും മറ്റുമൂലം ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക, സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. അതൊന്ന് നോക്കുക, പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? സന്നദ്ധ ഭടന്മാർക്ക്, ഈ സ്വദേശി ബാന്ധവ് സമിതിയുടെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക, പകർച്ചവ്യാധി മറ്റുമൂലം ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക, സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. കിട്ടിയല്ലോ. അപ്പോൾ സ്വദേശി ബാന്ധവ് സമിതി രൂപീകരിച്ചതാരാണ്? അശ്വിനി കുമാർ ദത്താണെന്നുള്ള ഒന്നുകൂടെ പറയാണ്. ഇനി മിതവാദികളുടെയും തീവ്രദേശീയവാദികളുടെയും അഭിപ്രായ ഭിന്നതകൾ 1907 സൂറത്തിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് രൂക്ഷമായി. മിതവാദികളുടെയും തീവ്രദേശീയവാദികളുടെയും അഭിപ്രായ ഭിന്നതകൾ 1907 സൂറത്തിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് രൂക്ഷമാവുകയാണ്. അപ്പോ 1907 സൂററ്റിലെ സമ്മേളനം അല്ലെ, കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ഇവരുടെ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമായി. സമ്മേളനം തുടർന്നു കൊണ്ടുപോകുക പോലും അസാധ്യമായി. ഈ സംഭവ വികാസങ്ങൾ കോൺഗ്രസിനെ എന്തിലേക്ക് നയിക്കുകയാണ്? പിളർപ്പിലേക്ക് നയിച്ചു. കോൺഗ്രസിൽ ഉണ്ടായ പിളർപ്പ് ബ്രിട്ടീഷുകാർ വളരെ സമർത്ഥമായിട്ട് മുതലെടുക്കുകയാണ്. അങ്ങനെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയം കൂടുതൽ ആഴത്തിൽ പ്രാവർത്തികമാകുന്നതിന് ഇതിലൂടെ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. ബ്രിട്ടീഷുകാർ തീവ്രദേശീയവാദികൾക്കെതിരെ കർശന നടപടികൾ ആരംഭിച്ചു. നേതാക്കളെ അറസ്റ്റ് ചെയ്തു. ആരായിരുന്നു തീവ്രദേശീയ വാദികളുടെ നേതാക്കൾ? ഒന്ന് ഇപ്പൊ പഠിച്ചു പോന്നിട്ടുള്ളൂ, ജസ്റ്റ് ഒന്ന് അറിയാവുന്നവരൊന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ രൂപീകരണം. ആഗാഖാന്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം പ്രതിനിധി സംഘം സിംലയിൽ വെച്ച് മിന്റോ പ്രഭുവിനെ കാണുകയും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തെ കുറിച്ചാണ് പറയുന്നത്. ആഗാഖാന്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം പ്രതിനിധി സംഘം എവിടെ വെച്ച്? ഷിംലയിൽ വെച്ച് മിന്റോ പ്രഭുവിനെ കാണുകയും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. സർക്കാരിന്റെ എല്ലാ തലങ്ങളിലും തങ്ങളുടെ സമുദായത്തിന് പ്രത്യേക പ്രാതിനിധ്യം നൽകണമെന്നും മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങളോടുള്ള വൈസ്രോയിയുടെ പ്രതികരണം തികച്ചും അനുകൂലമായിരുന്നു. ഇത് മുസ്ലിങ്ങൾക്കായി ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടന ആരംഭിക്കാൻ പ്രചോദനമാവുകയും 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിക്കുകയും ചെയ്തു. മനസ്സിലായോ? സർവേന്ത്യ മുസ്ലിം ലീഗ് എന്നാണ് 1906. 1907 സൂറത്തിലെ ആ വിഭജനമൊക്കെ അറിയാലോ, അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി
ആ ജയിലിൽ അടച്ചു ബാലഗംഗാധര തിലക് ഉൾപ്പെടെ പലരെയും നാട് കടത്തുകയാണ് ചെയ്തത്. പല നേതാക്കളും രാഷ്ട്രീയം ഉപേക്ഷിച്ചു. ജനരോഷം തണുപ്പിക്കുന്നതിനും കോൺഗ്രസിലെ മിതവാദികളെ സ്വാധീനിക്കുന്നതിനും വേണ്ടി ചില ഭരണ പരിഷ്കാരങ്ങൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി. ജയിലിലടച്ചു. അത് വീണ്ടും റിപ്പീറ്റഡ് ആയതാണ്. ഓക്കെ. ജനരോഷം തണുപ്പിക്കുന്നതിനും കോൺഗ്രസിലെ മിതവാദികളെ സ്വാധീനിക്കുന്നതിനും വേണ്ടി ചില ഭരണപരിഷ്കാരങ്ങൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി. ഇങ്ങനെ ജനരോഷം ഇനിയൊന്ന് തണുപ്പിക്കണമല്ലോ, അത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിലെ മിതവാദികളെ സ്വാധീനിക്കുന്നതിനും വേണ്ടി ചില ഭരണപരിഷ്കാരങ്ങൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി. ബ്രിട്ടീഷുകാർ നല്ല രീതിയിലാണ് അവർ ഇവിടെ കളിച്ചിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ 1909 നടപ്പിലാക്കിയ മിന്റോ മോർലി പരിഷ്കാരങ്ങൾ ഇത്തരത്തിലുള്ളതായിരുന്നു. അപ്പൊ മിന്റോ മോർലി പരിഷ്കാരങ്ങൾ ഏത് വർഷമാണ്? 1909, 1909 മറക്കരുത്. ഈ പരിഷ്കാരത്തിലെ പ്രധാന വ്യവസ്ഥകളാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക, നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക. ഓക്കെ. അപ്പൊ നമ്മള് ലാൽ ബാൽപാൽ കൂട്ടുകെട്ട് നമുക്കറിയാം. ആരൊക്കെ? ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ അല്ലെ. സ്വദേശി പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്ത് പകർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞ തീവ്രദേശീയ നേതാക്കളാണ് ഇവരെന്ന് പറയുന്നത്. ഇവര് ലാൽ ബാൽപാൽ കൂട്ടുകെട്ട്, അതായത് ആരൊക്കെയാണ്? ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ഇവരെയാണ് ലാൽ ബാൽപാൽ കൂട്ടുകെട്ട് എന്ന് പറയുന്നത്. അവരാണ് എന്തിന് നേതൃത്വം കൊടുത്തത്? തീവ്രദേശീയതക്ക് അല്ലെ. ഓക്കെ. ഇനി ഹോം റൂൾ ലീഗ്. 1914 ആരംഭിച്ച ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമായി. ഇതിന് നേതൃത്വം നൽകിയത് ഹോം റൂൾ ലീഗ് എന്ന സംഘടനയാണ്. 1914 ആരംഭിച്ച ഏത് യുദ്ധം? ഒന്നാം ലോക മഹായുദ്ധം. ഈ ഒരു സമയത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമായി. ഇതിന് നേതൃത്വം നൽകിയത് ഹോം റൂൾ ലീഗ് എന്ന സംഘടനയായിരുന്നു. ആനി ബസന്റിന്റെയും ബാലഗംഗാധര തിലകിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഹോം റൂൾ ലീഗ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനപിന്തുണ നേടി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആനി ബസന്റിന്റെയും ബാലഗംഗാധര തിലകിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഹോം റൂൾ ലീഗ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനപിന്തുണ നേടി. ഹോം റൂൾ അഥവാ സ്വയം ഭരണമായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഹോം റൂൾ അഥവാ സ്വയം ഭരണം അല്ലെ. ഹോം റൂൾ, സ്വയം ഭരണം എന്നതായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം. ആരാണ് നേതാക്കള്? ആനി ബസന്റും ബാലഗംഗാധര തിലകും. ഹോം റൂൾ ലീഗിന്റെ പ്രചാരണത്തിനായി ആനി ബസന്റും ബാലഗംഗാധര തിലകും രാജ്യത്തിൽ ഉടനീളം സഞ്ചരിക്കുകയും ഇതിന്റെ ശാഖകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഹോം റൂൾ ലീഗിന്റെ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞ ഗവൺമെന്റ് ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. പിന്നീട് ജയിൽ മോചിതനായ അവർ 1917 കൽക്കട്ട സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് ജയിൽ മോചിതയായി. പക്ഷെ പിന്നീട് 1917 കൽക്കട്ട സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായിട്ട് ആനി ബസന്റ് തെരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യ വനിതയാണ് ആനി ബസന്റ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ക്വസ്റ്റ്യൻ ഏതായിരിക്കും? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യ വനിത ആരാണ്? അപ്പൊ ആരാണ്? ആനി ബസന്റ് ആണെന്നുള്ളത് ഓർത്തു വെച്ചേക്കാം. ഐക്യത്തിന്റെ ലക്നൗ. 1916 കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം നടന്നത് എവിടെയാണ്? ലക്നൌവിലായിരുന്നു. 1916 കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം നടന്നത് ലക്നൌവിലാണ്. ഈ സമ്മേളനം ചില സുപ്രധാന തീരുമാനങ്ങളാൽ ശ്രദ്ധേയമായിരുന്നു. മിതവാദികളും തീവ്രദേശീയവാദികളും ഐക്യപ്പെടാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സർവേന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ സമ്മേളനത്തിൽ തീരുമാനിച്ചു. അപ്പൊ മിതവാദികളും തീവ്രദേശീയവാദികളും ഐക്യപ്പെടാൻ അല്ലെ, ഒന്നിക്കാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സർവേന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ ഒരു സമ്മേളനം കൊണ്ട് സാധിച്ചു എന്നർത്ഥം. ഏത് സമ്മേളനം? 1916 ലക്നൗ സമ്മേളനം. ഓക്കെ. ഇതര വഴികളിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമര രീതിയിൽ നിന്നും വ്യത്യസ്തമായി ചിലർ രഹസ്യ വിപ്ലവ സംഘടനകൾ രൂപീകരിച്ച് സായുധ സമരത്തിന്റെ മാർഗം അവലംബിച്ചു. പാശ്ചാത്യ സാമ്രാജ്യത്തെ ഹിംസയിലൂടെ മാത്രമേ അമർച്ച ചെയ്യാൻ കഴിയൂ എന്ന് അവർ വിശ്വസിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമര രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചിലർ രഹസ്യ വിപ്ലവ സംഘടനകൾ രൂപീകരിച്ച് സായുധ സമരത്തിന്റെ മാർഗം അവലംബിച്ചു. പാശ്ചാത്യ സാമ്രാജ്യത്തെ ഹിംസയിലൂടെ മാത്രമേ അമർച്ച ചെയ്യാൻ കഴിയൂ എന്ന് അവർ വിശ്വസിച്ചു. ഓക്കെ. അന്നത്തെ വിപ്ലവ സംഘടനകൾ ഏതൊക്കെയായിരുന്നു? ആ വിപ്ലവ സംഘടനകൾ, രഹസ്യ വിപ്ലവ സംഘടനകൾ പറഞ്ഞല്ലോ. ഒന്ന് അനുശീലൻ സമിതി.
എവിടെയായിരുന്നു? ബംഗാളില്. അതിന് നേതൃത്വം നൽകിയത് സച്ചീന്ദ്രനാഥ് സന്യാല്, അരബിന്ദോ ഘോഷ്. സച്ചീന്ദ്രനാഥ് സന്യാല്, അരബിന്ദോ ഘോഷ്. ഒന്നുകൂടെ പറഞ്ഞേ. സച്ചീന്ദ്രനാഥ് സന്യാല്, അരബിന്ദോ ഘോഷ്. ബംഗാളാണ് സ്ഥലം. വിപ്ലവ സംഘടന ഏതായിരുന്നു? അനുശീലൻ സമിതി. ഏതാണ്? അനുശീലൻ സമിതി. ബംഗാള്. സച്ചീന്ദ്രനാഥ് സന്യാല്, അരവിന്ദ് ഘോഷ്. അടുത്ത സംഘടനയാണ് ഭാരത് മാതാ അസോസിയേഷൻ. സ്ഥലം എവിടെയായിരുന്നു? മദ്രാസ്. ഭാരത് മാതാ അസോസിയേഷൻ, മദ്രാസ്. നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ്. നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ്. ഭാരത് മാതാ അസോസിയേഷൻ, അതിന് നേതൃത്വം നൽകിയത് നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ്. എവിടെയാണ്? മദ്രാസ്. ഇനി യുഗാന്തർ പാർട്ടി. യുഗാന്തർ പാർട്ടി എവിടെയാണ് സ്ഥലം? ബംഗാൾ. അതും അനുശീലൻ സമിതിയും ഒക്കെ എവിടെയാണ്? ബംഗാളാണ്. യുഗാന്തർ പാർട്ടി. റാഷ് ബിഹാരി ബോസ്, ഖുദിറാം ബോസ് ഇവരായിരുന്നു നേതൃത്വം നൽകിയത്. ഏതിന്? യുഗാന്തർ പാർട്ടിക്ക്. റാഷ് ബിഹാരി ബോസ്, ഖുദിറാം ബോസ്. റാഷ് ബിഹാരി ബോസ്, ഖുദിറാം ബോസ്, യുഗാന്തർ പാർട്ടി. അപ്പോൾ ഗദ്ദാർ പാർട്ടി അറിയാലോ, അമേരിക്കയാണ്. ലാല ഹർദയാലാണ് അവിടെ നേതൃത്വം നൽകിയത്. ഗദ്ദാർ പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ലാല ഹർദയാലാണ്. അതുകൂടെ ഒന്ന് ഓർത്തു വച്ചേക്കുക. ബ്രിട്ടീഷുകാരുടെ വിവിധ ചൂഷണ നയങ്ങളും അതിനെതിരെ ഇന്ത്യൻ ജനത സ്വീകരിച്ച ചെറുത്തുനിൽപ്പുകളുമാണ് ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയിലേക്ക് നയിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷുകാർക്കെതിരായ ഇന്ത്യൻ ജനതയുടെ ചെറുത്തുനിൽപ്പുകൾക്ക് ഒരു സംഘടിത രൂപം കൈവന്നു എന്നർത്ഥം. അക്കാലത്തെ ഏറ്റവും ശക്തമായ ജനകീയ പ്രക്ഷോഭമായിരുന്നു ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാനം. പിൽക്കാലത്ത് ഗാന്ധിജി നേതൃത്വം ഏറ്റെടുത്തതോടെ സ്വാതന്ത്ര്യ സമരം കൂടുതൽ ജനകീയവും ശക്തവും ആയിത്തീർന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആണ്. പിന്നെ അതിലുള്ള ഓരോ ഡേറ്റും കാര്യങ്ങളും ഓരോ ഇത് പറഞ്ഞല്ലോ, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നേതൃത്വം നൽകിയിട്ടുള്ള ആളുകളും ഒക്കെ എന്ത് ചെയ്യാം, ശ്രദ്ധിച്ച് നോട്ട് എഴുതി പഠിക്കാം. ഓക്കെ, അപ്പം അത്രയും ആണ് പറയാനുള്ളത് കേട്ടോ. അപ്പം ശരി, താങ്ക് യു.